ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ വൈജാമാടം കൊല്ലപ്പള്ളിയിൽ നിന്ന് കടപ്പാട്ടൂരേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിൽ ചെല്ലുകയാണ്. മുത്തശ്ശിയുടെ റൂമിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, അവളിവിടെ വന്നപ്പം എനിക്കൊരു പണി തന്നിട്ടാണ് പോയത്. അവൾ എന്നോട് പറഞ്ഞു ആഗ്രയിലെ കഥകളൊക്കെ അവൾക്കറിയാവുന്നു. എന്തുവായാലും എൻ്റെ ആങ്ങളമാർ അവളോട് പറഞ്ഞു കാണത്തില്ല. ഇനി അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അപ്പം പറയും, ഇല്ല, ഞാനൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. അവളങ്ങ് ചത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവളെ പ്രാവുമ്പം മുത്തശ്ശിയാണെങ്കിൽ അവളെ വഴക്ക് പറയും. അപ്പം മുത്തശ്ശി പറയും, നീ എന്തിനാടി ഇങ്ങനെ അവളെ പ്രാകുന്നത്? മുത്തശ്ശിയാണെങ്കിൽ അവളെ വഴക്ക് പറഞ്ഞ്, നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് അവളല്ലടി, നിൻ്റെ മനസ്സാദ്യം നന്നാക്ക്, എങ്കിലേ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. നീ അടങ്ങി ഒതുങ്ങി നിന്നോണം, ഇനി പോയി കഴിഞ്ഞാലും ഞാൻ പോവാ. ഇപ്പോൾ നമ്മുടെ ശിവേട്ടനും ഗംഗേട്ടനും പറയുന്നുണ്ട്, നിൻ്റെ ആവശ്യം അലീന പോവുക എന്നുള്ളതായിരുന്നു. അവളവിടെ ഇല്ല. അപ്പോൾ ഇനി യാതൊരു പ്രശ്നവും ഇല്ല, നീ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോണം എന്ന് പെങ്ങളോട് ആങ്ങളമാർ പറയുന്നുണ്ട്. അപ്പോൾ മനുവിനോട് പറയും കടപ്പാട്ടൂർ കൊണ്ടുവിടാൻ. മനു ചോദിക്കും, ആഹാ, നിങ്ങളല്ലേ കൊണ്ടുവിടുന്നേ? പറഞ്ഞല്ല, ഞങ്ങളല്ല, നീ കൊണ്ടുവിട്. ബാലചന്ദ്രൻ ഉള്ളപ്പം ഞങ്ങൾ പോയാൽ മതിയല്ലോ, ഇപ്പം നീ കൊണ്ടുവിട് എന്ന് പറഞ്ഞു. അപ്പോൾ മനുവിനോട് വൈജ പറയും, ബുദ്ധിമുട്ടാണെങ്കിൽ നീ വരണ്ട, നിനക്ക് കാണേണ്ട ആളവിടെ ഇല്ലല്ലോ എന്ന് പറയും. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ആൻറ്റിയെ ഞാൻ കൊണ്ടുവിടാം എന്നും പറഞ്ഞിട്ട് മനു കൊണ്ടുവിടുന്നതാണ്. യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി കഴിയുമ്പോൾ നമ്മുടെ ശിവേട്ടൻ പറയും ഗംഗേട്ടനോട്, ഇനിയും യാതൊരു വഴക്കും ഇല്ല, ഇനി ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞേ ഉള്ളൂ പ്രശ്നങ്ങൾ. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കും, ഇനി എന്താ പ്രശ്നം? ഇത്രയും നാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നത്? ഈ ഗംഗേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശിവേട്ടൻ അങ്ങ് പോകും മുറിയിലോട്ട്. ബാലേട്ടനും അലീനയും കൂടെ കാറിൽ പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ ബാലേട്ടനാണെങ്കിൽ കായലിൻ്റെ തീരത്താകുമ്പം വണ്ടി നിർത്തും. എന്നിട്ട് അലീന ചോദിക്കും, എന്താ അച്ഛാ, എന്ത് പറ്റി, എന്താ ഇവിടെ നിർത്തി? എന്നിട്ടും പറയും, കുറേ സമയം കൊണ്ട് ഡ്രൈവ് ചെയ്യുമല്ലോ, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം, കുറേ സമയം കൊണ്ട് ഇരിക്കുമല്ലോ, നമുക്കൊന്ന് ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങും. പിന്നെ നല്ല ടെൻഷനുള്ളത് പോലെ അന്നേരം പറയും, മോളെ, ഞാൻ നിന്നോട് കാര്യം പറയാം. സ്റ്റാൻലി ജോസഫ് എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അന്നേരം പറയും, ഇല്ല, കേട്ടിട്ടില്ല. പണ്ട് വൈജ മാലതി ഏട്ടത്തിയുടെ ഡെലിവറി ടൈമിൽ ഏട്ടത്തിയെ നോക്കാൻ വേണ്ടി അവിടെ പോയതാണ്. ആ സമയത്ത് ഗംഗേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളായിരുന്നു സ്റ്റാൻലി ജോസഫ്. അവിടെ വെച്ചാണ് വൈജയെ കണ്ടുമുട്ടിയത്. സ്റ്റാൻലി ജോസഫാണ് വൈജയ്ക്ക് ആഗ്രയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തതും. ഗംഗേട്ടൻ അവിടുന്ന് ട്രാൻസ്ഫറായി ഡൽഹിക്ക് പോയപ്പം ഗംഗേട്ടൻ്റെ കൂടെ ഫാമിലിയും പോയി. ജോലി വിടാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് വൈജ അന്ന് ആഗ്രയിൽ നിന്ന്. ആ സമയത്ത് സ്റ്റാൻലി വൈജയും കൂടെ ഇവിടെ ലിവിങ് ടുഗദർ ആയിരുന്നു. അന്ന് വൈജ ഇവിടെ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്താണ് കൊല്ലപ്പള്ളിക്കാർ പോയി വൈജയെ നാട്ടിക്കൊണ്ടുവരുന്നത്. അന്ന് എന്തോ ആവശ്യത്തിന് സ്റ്റാൻലി നാട്ടിലേക്ക് വന്ന സമയത്തായിരുന്നു. ഇതൊക്കെ അച്ഛനോട് ആര് പറഞ്ഞു? സ്റ്റാൻലി ജോസഫ് പറഞ്ഞു. അന്ന് വൈജ പൂർണ്ണ ഗർഭിണിയായിരുന്നു. പിന്നീട് സ്റ്റാൻലി ജോസഫ് കുറേ തിരക്കി വൈജയെ, പക്ഷെ അന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊല്ലപ്പള്ളിക്കാർ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ മോളെ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന്. അപ്പോൾ അലീന പറയും, അപ്പോൾ എൻ്റെ പപ്പയാണ് അല്ലേ? ഇപ്പം നീ പോകുന്ന വീട് കുളത്തുപുഴയിലെ പ്ലാന്റർ സ്റ്റാൻലി ജോസഫ് നിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നിന്നോടിപ്പോൾ ഞാൻ പറയാൻ കാരണം നിൻ്റെ മനസ്സൊന്ന് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയാണ് നിന്നോട് ഞാനിപ്പോൾ പറഞ്ഞത്. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞെട്ടാതിരിക്കാൻ വേണ്ടി. എന്നെക്കുറിച്ച് പറഞ്ഞോമായിരുന്നു അച്ഛൻ? ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടുചെല്ലാൻ സ്റ്റാൻലി പറഞ്ഞു, ഏറ്റെടുക്കാമെന്ന് സ്റ്റാൻലി പറഞ്ഞു. അപ്പോഴേക്ക് അവിടെ ഒരു ഫാമിലി കാണത്തില്ലയോ? അവിടെയും പ്രോബ്ലംസ് ആകത്തില്ലയോ അച്ഛാ? ഇവിടുത്തെ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്, അപ്പോൾ അവിടെയും പ്രശ്നമാകത്തില്ലയോ? അന്നേരം പറഞ്ഞു, അതൊന്നും അറിയില്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമോ വേണ്ടാന്ന് തോന്നിയാൽ അപ്പം എന്നെ ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് ബാലേട്ടനും അലീനയും കൂടെ ചെല്ലുകയാണ്. ആ സമയത്ത് തന്നെ കൊല്ലപ്പള്ളിയിൽ നിന്ന് വൈജാമാടം നമ്മുടെ കടപ്പാട്ടൂർ എത്തുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയുന്നുണ്ട്, അലീനയുടെ ഒരു സാധനവും അവൾ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു സാധനങ്ങളും ഇവിടെ കണ്ടേക്കരുത്, എല്ലാം എടുത്ത് തീയിട്ടേക്കണം എന്ന് പറഞ്ഞ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.